ഇതാണ് നമ്മുടെ ഫസ്റ്റ് കേസ്. സോ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഓൺ കർവ് പ്ലേറ്റ്സ് ആണ്. ജെറ്റ് സ്ട്രൈക്സ് അറ്റ് ദ സെന്റർ ഓഫ് എ സിമെട്രിക്കൽ കർവ് പ്ലേറ്റ് ആണ്. ആ കർവ് പ്ലേറ്റ് എന്താണ്? ഫിക്സഡ് ആണ്. നോക്കൂ, ഇവിടെ ഒരു ഈ കർവ് പ്ലേറ്റ് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതായത് ഇവിടെ പ്ലേറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി യു എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ്. നമുക്കിവിടെ നോക്കാം എന്തുകൊണ്ടാണ് ഇതിന് സിമെട്രിക് എന്ന് പറയാൻ കാരണം. ഇതിന്റെ ഒരു സെൻട്രൽ ലൈനെ ബേസ് ചെയ്തിട്ട് ഇതിന്റെ അപ്പർ ഹാഫും ലോവർ ഹാഫിന്റെ കർവേച്ചർ സെയിം ആണ്. അതുകൊണ്ട് അതിനെ സിമെട്രിക് ബ്ലേഡ് ആണ് പറയുന്നത്. ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത് അതിന്റെ സെൻട്രലാണ്. നോസിൽ നിന്ന് ഹൈ വെലോസിറ്റി ജെറ്റ് സ്ട്രൈക്ക് അറ്റ് ദ സെന്റർ ഓഫ് ദ ബ്ലേഡ് ആൻഡ് സ്പ്ലിറ്റ് ഇൻ ടു 2 പാർട്സ്. അപ്പോൾ ഇത് സിമെട്രിക് ആയതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ സ്പ്ലാഷിങ് നെഗ്ലക്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഇതിന്റെ ഫ്രിക്ഷൻ ഇല്ല. അപ്പോൾ വരുന്ന അതേ വെലോസിറ്റി തന്നെയാണ് ലീവ് ചെയ്യുന്നതെന്നും പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സ്ട്രൈക്ക് ചെയ്തു. സ്ട്രൈക്ക് ചെയ്തതിന് ശേഷം എന്താ നോക്കൂ, ഇത് ലീവ് ചെയ്യണമെന്ന് നോക്കിയിട്ട് ലീവ് ചെയ്യണത് തീറ്റ ആംഗിളിലാണ്. അതായത് ഈ കർവേച്ചർ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. മനസ്സിലായോ? ഇതിന്റെ ടിപ്പിലുള്ള കർവേച്ചർ, ടിപ്പ് കർവ്ഡ് ആണല്ലോ, മൊത്തത്തിൽ കർവ്ഡ് ആണ്. ഈ ടിപ്പ് ഈ ഹൊറിസോണ്ടൽ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ. അപ്പൊ ഇത് സ്മൂത്ത് ആയത് കാരണം സ്പ്ലാഷിംഗ് ഒന്നുമില്ല, ഫ്രിക്ഷൻ ഒന്നുമില്ല. ഇങ്ങനെ വന്ന് സ്ട്രൈക്ക് ചെയ്തു അതേ വെലോസിറ്റിയിൽ ലീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്ലേറ്റ് ആർന്നപ്പോൾ നേരെ പോയി, ഈ കർവ്ഡ് പ്ലേറ്റ് ആർന്നപ്പോൾ എന്തുപോയി? ആ കർവേച്ചറിനനുസരിച്ചിട്ട് ലീവ് ചെയ്തു. ഇത്രയേ ഉള്ളൂ കേസ്. അപ്പോൾ ലീവ് ചെയ്യണത് ഇങ്ങനെ. അപ്പൊ നമുക്ക് നോക്കാം. നമ്മുടെ എക്സ് ആക്സിസ് വൈ ആക്സിസ് നമ്മൾ ചൂസ് ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇത് എക്സേർട്ട് ചെയ്യണ ഫോഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ്, ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്, ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ്. ഇവിടെ ബ്ലേഡ് മൂവ് ചെയ്യാത്ത കാരണം നമ്മൾ ബ്ലേഡിന്റെ ഡയറക്ഷനെ പറ്റി പറയുന്നില്ല. ഇൻ ദ ഡയറക്ഷൻ ഓഫ് ജെറ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. അത് എക്സ് എന്ന് പറഞ്ഞിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എഫ് എക്സ് ഈക്വൽ ടു നമ്മുടെ ഇമ്പൾസ് മൊമെന്റ് ഇക്വേഷൻ, മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ, ഫൈനൽ വെലോസിറ്റി ഇൻ എക്സ് ഡയറക്ഷൻ. നമുക്ക് ഈ ക്വസ്റ്റ്യനിലൊന്ന് നോക്കാം. ഇനീഷ്യൽ വെലോസിറ്റി ബിഫോർ സ്ട്രൈക്കിംഗ് ഓൺ ദ ജെറ്റ് അത് എത്രയാണ്? v1x എത്രയാണ്? ഇവിടെ v1x എത്രയാ? v തന്നെയാണ് അല്ലേ? v1x എന്ന് പറയുന്നത് v തന്നെയാണ്. മൈനസ് നമുക്ക് ഫൈനൽ വെലോസിറ്റി എക്സ് ഡയറക്ഷൻ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ നോക്കിക്കേ, ലീവ് ചെയ്യുന്നത് ഒരു ആംഗിളിലാണ്. ഓക്കെ, അപ്പോ ഇതിന് രണ്ട് കമ്പോണന്റ് ഉണ്ടാവും. വി കോസ് തീറ്റയുണ്ട്, വി സൈൻ തീറ്റയുണ്ട്. സോ ഡെഫിനറ്റ്ലി ഈ ജെറ്റിന്റെ അതേ ഡിറക്ഷനിൽ എന്തുണ്ട്? ഒരു കമ്പോണന്റ് ഉണ്ട്. പക്ഷെ അതിന്റെ സെൻസ് എന്താണ്? ഓപ്പോസിറ്റ് ടു ദ ഡിറക്ഷൻ ഓഫ് ജെറ്റ് ആണ്, ഇൻകമിങ് ജെറ്റ് ആണ് അല്ലേ? അപ്പോ ഫൈനൽ വെലോസിറ്റി വി ടു എക്സ് എങ്ങനെ വരും? മൈനസ് വി കോസ് തീറ്റ എന്ന് വരും. ഞാൻ ഒന്നുകൂടി ഒന്ന് എടുത്തെഴുതാം. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ഇതാണ്. v1x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകമിങ് വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ജെറ്റ് ബിഫോർ സ്ട്രൈക്കിംഗ്. ഇമ്പൾസ് മൊമെന്റ് ഇക്വേഷനിൽ ആ ടേം ഇനീഷ്യൽ വെലോസിറ്റി എന്നല്ലേ? അപ്പോൾ ഇനി അങ്ങനെ തന്നെ എഴുതാം. ഇനീഷ്യൽ വെലോസിറ്റി ബിഫോർ സ്ട്രൈക്കിംഗ്, ബിഫോർ സ്ട്രൈക്കിംഗ്. അപ്പൊ അത് ജെറ്റ് നേരെയാണ് വന്നത്. അപ്പൊ ആ ജെറ്റ് വരുന്ന വെലോസിറ്റി തന്നെയാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. വാട്ട് ഈസ് v2x? ഇത് ലീവ് ചെയ്യണത് ഒരു ആംഗിളിലാണ്. സോ ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ സ്ട്രൈക്കിംഗ് എന്ന് പറയുന്നത് v അല്ല, അല്ലെങ്കിൽ ഇവിടെ 0 അല്ല. ഫൈനൽ വെലോസിറ്റി ആഫ്റ്റർ സ്ട്രൈക്കിംഗ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ടേം ഉണ്ട്, മൈനസ് വി കോസ് തീറ്റ. എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നത്? നെഗറ്റീവ് സൈൻ ഈസ് ഡ്യൂ ടു എക്സിറ്റ് component in opposite direction. അടുത്തതിൽ ഇത് എഴുതില്ല കേട്ടോ, ഞാൻ ഇതിനകത്ത് മാത്രമാണ് എഴുതുള്ളൂ. ഓപ്പോസിറ്റ് ഡിറക്ഷൻ ഓഫ് ഇൻകമിങ് ജെറ്റ്, ഇൻകമിങ് ജെറ്റ്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വരുന്നത്. അപ്പോൾ നമ്മുടെ എഫക്ട്സ് എന്ത് വരും? സിമിലർലി നമുക്ക് ഇവിടെ മാസ് ഫ്ലോ റേറ്റ് എഴുതാം. മാസ് ഫ്ലോ റേറ്റ് ഈസ് ഈക്വൽ ടു
റോ എ ബി തന്നെയാണ്, മാറ്റമില്ല. കാരണം വെച്ചാൽ ബി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ജെറ്റ്, എ ഏരിയ ഓഫ് ജെറ്റ് അല്ലെങ്കിൽ നോസിൽ, റോ ഡെൻസിറ്റി ഓഫ് ദാറ്റ് ഫ്ലൂയിഡ് വാട്ടർ. ഇവിടെ പ്ലേറ്റ് മൂവ് ചെയ്യുന്നില്ല, അതുകൊണ്ട് റിലേറ്റീവ് വെലോസിറ്റിയുടെ കേസ് വരുന്നില്ല. അപ്പൊ എഫക്ട്സിന് നമുക്ക് എന്ത് എഴുതാം? റോ എ വി ഇൻറ്റു നമ്മൾ മുകളിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് വി പ്ലസ് വി കോസ് തീറ്റ. അപ്പോൾ വി പുറത്തെടുക്കാം. അപ്പോൾ റോ എ വി സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ. നോക്കൂ, ഇതൊരു വെർട്ടിക്കൽ പ്ലേറ്റ് ആണെങ്കിൽ എന്ത് പറ്റുമായിരുന്നു? ഈ തീറ്റ 90 ആവും അല്ലേ? കോസ് 90 എന്ന് പറയുന്നത് 0 ആവും. അപ്പോൾ റോ എ വി സ്ക്വയർ ആദ്യം പഠിച്ച ഫ്ലാറ്റ് പ്ലേറ്റ് ഫിക്സഡിന്റെ അതേ ഇക്വേഷൻ തന്നെ കിട്ടും. മനസ്സിലായോ? ഇത് ഓക്കെയാണോ? ഇത്രയും ഓക്കെയാണോ? അതെ സാർ. ഓക്കെ. അപ്പോൾ ഈസിയാണ്, നമ്മൾ ഇത് കണക്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഇല്ല, വർക്ക് ഡൺ ഈസ് 0 കാരണം നോ ഡിസ്പ്ലേസ്മെന്റ് സിൻസ് ദ പ്ലേറ്റ് ഈസ് ഫിക്സഡ്. Since the plate is fixed, u is equal to 0, അതുകൊണ്ട് work done is 0. ഇവിടെ അതിനെപ്പറ്റി ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പൊ നമുക്ക് ഇതിനകത്ത് വർക്ക് ഡണ്ണിന്റെ മാത്രം. അടുത്തത് ഈസിയാണ്. ഇത് സെയിം കേസ്. നമ്മളിപ്പോ ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഓൺ കർവ്ഡ് പ്ലേറ്റ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജെറ്റ് സ്ട്രൈക്കിംഗ് അറ്റ് സെന്റർ ആണ് ഫസ്റ്റ്. ഇത് അത് ഫിക്സഡ് പ്ലേറ്റ് ആണ് അല്ലേ? അപ്പോൾ അടുത്തത് രണ്ടാമത്തെ കേസ്, ജെറ്റ് സ്ട്രൈക്കിംഗ്, ഞാൻ അറ്റ് ദ റേറ്റ് നിലോ കേട്ടോ, അറ്റ് ദ സെന്റർ ഓഫ് എ മൂവിംഗ് കർവ് പ്ലേറ്റ്. മൂവിംഗ് കർവ് ഈസിയാണ്. ആ വിക്ക് പകരം മൊത്തം എന്ത് വരും? വി മൈനസ് യു വരും. ഇവിടെ ഇത് സിമ്മട്രിക്കലാണ്. മൂവിംഗ് സിമ്മട്രിക്കൽ കർവ് പ്ലേറ്റ്. അപ്പൊ ഇത് ഈ കേസിനകത്ത് ഇതാണ് ഫുള്ള് മൂവിംഗ് പ്ലേറ്റ് ആണ്. അപ്പോ നമുക്ക് ആ വിക്ക് പകരം അവിടെ എന്ത് യൂസ് ചെയ്യാം? വി മൈനസ് യു യൂസ് ചെയ്യാം. ഫിഗർ എന്നാ പോകുന്നത് ഫിക്സഡ് കർവ് പ്ലേറ്റ് ഇതാണ് കണ്ടീഷൻ. അപ്പോ ഈ കർവ്ഡ് പ്ലേറ്റ് ആ വിക്ക് പകരം നിങ്ങളൊന്ന് നോക്കിക്കേ, ഈ പ്ലേറ്റ് യു വെലോസിറ്റിയിൽ മൂവ് ചെയ്യുകയാണ്. സോ ഇതിനകത്തേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിയിലല്ല, വി മൈനസ് യുവിലാണ് ജെറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ ലീവ് ചെയ്യുന്നത് വി മൈനസ് യുവിലാണ്. സോ ഇവിടെ കമ്പോണൻസ് വരുന്നത് വി മൈനസ് യു കോസ് തീറ്റയാണ്. ഓക്കെ. ഇവിടെ ആക്ച്വലി ഒരു വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ട്. സോ വെർട്ടിക്കൽ ഡയറക്ഷനിൽ FI ഉണ്ട്. പക്ഷെ FI എന്ന് പറഞ്ഞാൽ സിമ്മട്രിക്കൽ ബ്ലേഡ് അല്ലേ? അപ്പൊ സിമ്മട്രിക്കൽ ബ്ലേഡ് ആയതുകൊണ്ട് മുകളിൽ താഴത്തെ കമ്പോണന്റ് ഒന്ന് അപ്വേർഡ് ഡയറക്ഷനിലും ഒന്ന് ഡൗൺവേർഡ് ഡയറക്ഷനിലാണ്. സോ നമ്മൾ ഏതെങ്കിലും എഴുതിയെടുത്താൽ മതി സിമ്മട്രിക്കൽ ആകുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് എഫക്ട്സ് ഞാൻ ഇനി നേരെ എഴുതുവാണ്. മുകളിൽ എഴുതിയ അതേ എക്സ്പ്ലനേഷൻസ്. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എഴുതിയേക്കാം. Since plate is moving, jet strikes on the plate with relative velocity v minus u. So therefore mass flow rate എന്തായിരിക്കും? Mass flow rate is also rho a v minus u. അപ്പോൾ എഫക്ട്സ് ഇനി നമുക്ക് എഫക്ട്സ് നമുക്ക് എഴുതാം. എഫക്ട്സ് എന്ന് പറഞ്ഞാൽ മാസ് ഫ്ലോ റേറ്റ് ഇൻറ്റു നമ്മുടെ എക്സ് ഡയറക്ഷൻ ബ്ലേഡ് മൂവ് ചെയ്യണം, അല്ലെങ്കിൽ ജെറ്റിന്റെ അതേ ഡയറക്ഷൻ എക്സ് വൈ. അപ്പൊ എഫക്ട്സ് എന്ന് പറഞ്ഞാൽ v1x മൈനസ് v2x. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. റോ എ വി മൈനസ് യു ഇൻറ്റു v1x എന്ന് പറയുന്നത് സ്ട്രൈക്ക് ചെയ്യുന്നത് v1 മൈനസ് യുവിലാണ്. സോറി v മൈനസ് യുവിലാണ്. v മൈനസ് യു
മൈനസ് വി ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, മൈനസ് വി മൈനസ് യു പോസിറ്റീവ്. കാരണം വരുന്ന ജിറ്റിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിലാണ് ഇത് പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ഒറ്റ എഴുതി 2 സ്റ്റെപ്പ് ഒന്നിച്ച് എഴുതുവാണ്. ഈ വി മൈനസ് യു പുറത്തെടുക്കുവാണ്, ഈ മൈനസും മൈനസും പ്ലസ് ആക്കുവാണ്. അപ്പോൾ റോ എ ഇൻറ്റു വി മൈനസ് യു പുറത്തെടുത്തു. അപ്പോൾ ഇത് സ്ക്വയർ ആയി, കാരണം ഇവിടെ ഒരു വി മൈനസ് യു ഉണ്ടായിരുന്നു. പിന്നെ ബാക്കി ഇവിടെ 1 എഴുതു, ഈ മൈനസ് മൈനസ് പ്ലസ് ആയി, പിന്നെ ഇവിടെ ബാക്കി പോസിറ്റീവ് 1 പ്ലസ് പോസിറ്റീവ്. ഇതും ആ മൂവിങ് ഫിക്സഡ് പ്ലേറ്റിൽ അതേ ഇക്വേഷൻ ആണ്. മൂവിങ് വെർട്ടിക്കൽ പ്ലേറ്റ് ആണെങ്കിൽ തീറ്റ 90 ആയിരിക്കും, പോസിറ്റീവ് 0 ആയിരിക്കും. അതായത് റോ എ വി മൈനസ് യു സ്ക്വയർ തന്നെ കിട്ടും. ഓക്കെ, അപ്പോ ഇവിടെ വർക്ക് ഡൺ എന്തായിരിക്കും? ഇവിടെ വർക്ക് ഡൺ ഉണ്ട്. വർക്ക് ഡൺ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എഫ് എക്സ് ഇൻറ്റു ക്യൂ ആണ്. അപ്പോ എഫ് എക്സ് നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, റോ എ വി മൈനസ് യു സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് പോസിറ്റീവ്. ഇതിനും എഫിഷ്യൻസി ഉണ്ട്. അപ്പോൾ അത് എനിക്ക് ഈ പഴയത് വെച്ചിട്ട് അങ്ങ് എഴുതാവുന്നതേ ഉള്ളൂ. ഇത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങൾ ചോദിച്ചു കണ്ടിട്ടില്ല, ഒന്ന് എഴുതി വെച്ചേക്കാം. വർക്ക് ഡൺ പെർ സെക്കൻഡ് ഡിവൈഡഡ് ബൈ കൈനറ്റിക് എനർജി ഓഫ് ജെറ്റ് ആണ്. അപ്പോൾ നമുക്ക് റോ എ വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റയാണ് നമുക്ക് കിട്ടിയ വർക്ക് ഡൺ ഡിവൈഡ് ബൈ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ഹാഫ് എം. എമ്മിന്റെ സ്ഥാനത്ത് നമ്മൾ എന്താ ഇഷ്യൂ ചെയ്യുന്നതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ റോ എ വി ആണ് ഇൻറ്റു വി സ്ക്വയർ ആണ്. അപ്പോൾ ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല, പക്ഷെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഇതിന്റെ മെറ്റീരിയലും ഡിറൈവ് ചെയ്യാൻ ചോദിക്കാറില്ല, കാരണം സെയിം എഫിഷ്യൻസിയാണ് പറഞ്ഞത്. 8/27 വരുള്ളൂ. കാരണം എന്താ, വിത്ത് റെസ്പെക്ട് യു ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് തീറ്റ ഒക്കെ എന്താ കോൺസ്റ്റന്റ് അല്ലേ, അപ്പൊ ഇതിന് എഫക്റ്റ് ഉണ്ടാവില്ല. മനസ്സിലായില്ലേ? ഒരു വെർട്ടിക്കൽ പ്ലേറ്റിന്റെ അതേ എഫിഷ്യൻസി തന്നെയാണ് ഇതിന് കിട്ടുന്നത്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു യു ആണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ദാറ്റ് ടൈം വി ആൻഡ് തീറ്റ ആർ കോൺസ്റ്റന്റ്. അപ്പൊ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇത് ക്യാൻസൽ ആയി പോകും. ബാക്കി നമ്മുടെ പഴയ അതുപോലെ തന്നെ വർക്ക് ഡൺ ഇല്ല മുകളിൽ. അപ്പോൾ ഇവിടെ മുകളിൽ തെറ്റുക, ഇവിടെ ഒരു യു ഇല്ല, എഫക്സിന്റെ യു വർക്ക് ഡൺ ആണ്. അപ്പോ ഇത് ഞങ്ങൾ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെന്ന് എഴുതിയാൽ മതി, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് ഞങ്ങളുടെ ചോദിച്ചൊന്നും കണ്ടിട്ടില്ല. വി മൈനസ് യു ഹോൾ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് കോസ് തീറ്റ ഇൻറ്റു യു ഡിവൈഡഡ് ബൈ റോ എ കട്ട് ചെയ്ത് പോയി അല്ലേ, ബാക്കി അടിയിലുള്ളത് വി. അപ്പൊ നമ്മൾ മൂവിംഗ് പ്ലേറ്റിന്റെ കഴിഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ആനന്ദ് എങ്ങനെയാ, ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, നിങ്ങൾ എങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ആയിട്ട് ആ 3 പഠിച്ചു, നമുക്ക് ഇതിലേക്ക് വരുന്നതോറും നമുക്ക് വേണ്ടെങ്കിൽ ഈസി വരും. ക്ലിയർ ആയിട്ട് നോക്കണം. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ വളരെ കുറവാണ്. ആക്ച്വലി ഇത് നമ്മൾ ഫെൽട്ടൺ വീലിൽ യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇത് ഇങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്. ഈ ബ്ലേഡിന്റെ കൺസ്ട്രക്ഷന് വ്യത്യാസമുണ്ട്. ഈ നടുക്കൊരു സ്പ്ലിറ്റർ വയ്ക്കും. അപ്പൊ ഇവിടെയും എന്തുണ്ടാവും, ഇവിടെയും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഉണ്ടാവും. ഒരു പ്ലെയിൻ സർഫസിലേക്ക് ചെന്ന് ജെറ്റ് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേഷൻസ് നോർമലി ജനറേറ്റ് ചെയ്യും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ സ്പ്ലിറ്റർ വയ്ക്കുക. അപ്പൊ അതിനനുസരിച്ച് സ്പ്ലിറ്റർ വയ്ക്കുമ്പോൾ എൻട്രി ഇതുപോലെ ഡയറക്റ്റ് സെന്റർ അല്ല. ഈ ഡയഗ്രം ഒക്കെ ഏകദേശം ചെയ്യും, പക്ഷെ അവിടെ നമ്മൾ പറയുന്നത് ടാൻജൻഷ്യൽ എൻട്രി എന്ന് പറയാം. അപ്പോ ഞാൻ ആ കേസും കൂടി പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാം. ആ കേസ് ടാൻജൻഷ്യൽ എൻട്രി ആണ് നമ്മൾ റിയൽ ടർബൈൻസിലും പമ്പിലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത മൂന്നാമത്തെ കേസ്, ഇമ്പാക്ട് ഓഫ് ജെറ്റ്, അല്ലെങ്കിൽ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ ജെറ്റ്. ഇമ്പാക്ട് എന്ന് പറഞ്ഞാൽ ഫോഴ്സിനാണ് കേട്ടോ. ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഓൺ എ അൺസിമെട്രിക്കൽ കർവ്. അൺസിമെട്രിക്കൽ ഫിക്സഡ് കർവ് പ്ലേറ്റ്
ഇവിടെ ജെറ്റ് സെൻട്രലല്ല, ജെറ്റ് എൻഡേഴ്സ് tangentially at one end. Tangentially at one end. ഈ ടാൻജൻഷ്യലി എന്ന് പറഞ്ഞാൽ ഇതൊരു കർവാണ് അല്ലേ? അപ്പോ ഈ ടിപ്പ് ഇവിടെയുള്ള ഇതാണ് അതിന്റെ ടാൻജന്റ്. ടാൻജന്റ് അറ്റ് ടിപ്പ്. അതുപോലെ തന്നെ ഇതാണ് എക്സിറ്റിലൂടെ. അപ്പൊ ഈ കർവേച്ചർ അനുസരിച്ചിട്ട് നോക്കി ഈ ടാൻജന്റിന്റെ പൊസിഷൻ മാറും. ഞാൻ പറയാണ്, നമ്മളൊരു ജെറ്റ് ഇങ്ങനെ വന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുക? ഇവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യില്ല, ഒരു അഡീഷണൽ ഒരു പ്രസ്റ്റ് എക്സേർട്ട് ചെയ്യും. ഇതിന്റെ ബെൻഡ് എന്ത് ചെയ്യാൻ, ഇതിനെ അൺബെൻഡ് ചെയ്യാൻ നോക്കും. അതായത് ഒരു വൈബ്രേഷൻ ഉണ്ടാവും അല്ലെ? ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന ഒരു സാധനത്തിലേക്ക് ഇങ്ങനെ നേരെ എൻഡിൽ വന്ന് ഇങ്ങനെ എന്ന് പറഞ്ഞ സാധനം കിടന്നിട്ട് എന്ത് ചെയ്യും? വൈബ്രേറ്റ് ചെയ്യും. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഈ ടിപ്പിലെ ടാൻജന്റ് ഇങ്ങനെയായിരിക്കും ചെലുത്താൻ. ഐഡിയ മനസ്സിലായി തോന്നണം വിചാരിക്കണം. സ്മൂത്ത് ആയിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി ഈ ടിപ്പിലെ വരച്ചാൽ ഇതൊരു ജോമെട്രിയാണ്, ഒരു ജോമെട്രിക്കൽ ഫീച്ചറാണ് ആ ഒബ്ജക്റ്റിന്റെ. സ്മൂത്ത് ആയിട്ട് എന്ത് ചെയ്യും? ഇതിലെ കയറി കർസർ കാണാൻ പറ്റുന്നത്. ഇതിലെ കയറി ഇവിടെ എന്ത് ചെയ്യണത്? ഇങ്ങനെ അങ്ങ് നേരെ ഇറങ്ങുമല്ല, അപ്പോഴും അവിടെ ഒരു വൈബ്രേഷൻ ഉണ്ടാവും. അല്ലാണ്ട് ഇങ്ങനെ അങ്ങ് പോവില്ല, അപ്പോഴും വൈബ്രേഷൻ ഉണ്ടാവും. എന്ത് ചെയ്യുക? സ്മൂത്ത് എൻട്രി എന്ന് പറഞ്ഞാൽ സ്മൂത്ത് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ടാൻജന്റ് ഉണ്ടാകും, ഈ ടാൻജന്റിൽ കൂടി തന്നെ പോകണം. അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ, ബ്ലേഡ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. ഫോർ അവോയ്ഡിങ് ദിസ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ. ഇതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയോ? അപ്പൊ ആ പോയിന്റ് ഇതാണ്. ഫോർ അവോയ്ഡിങ് ഷോക്ക് ആൻഡ് വൈബ്രേഷൻ, ഇത് ടൈം ഇതായി പോകണമെങ്കിൽ ലിങ്കിൽ തന്നെ ഒന്നുകൂടെ കയറിയാൽ മതി. കട്ടായി പോകണമെങ്കിൽ ഒരു മെസ്സേജ് വന്നില്ലേ? സെയിം ലിങ്കിൽ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്താൽ മതി. For avoiding shock and vibration, assume jet endates tangentially. നമ്മുടെ tangentially at the inlet and ഇലക്ട്രിക്. അതുപോലെ സെയിം ആസ് അറ്റ് എക്സിറ്റ്. അത് ലീവ് ചെയ്യണത് അങ്ങനെ തന്നെയായിരിക്കും, എക്സിറ്റ്. അപ്പം ഇവിടെ നമ്മളൊരു ആംഗിള് നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ഇവിടെ ഈ ഇത് കണ്ടോ, ഈ ടാൻജന്റും ഈ ഹൊറിസോണ്ടലും ഉണ്ടാക്കുന്ന ആംഗിളിനെ തീറ്റ ആണ്. ഈ എക്സിറ്റിലെ ഈ ടാൻജന്റും ഈ ഹൊറിസോണ്ടലും ഉണ്ടാക്കുന്ന ആംഗിളിനെ ഫൈ എന്ന് പറഞ്ഞു. അപ്പൊ തീറ്റ ഇസ് ഈക്വൽ ടു ഫൈ ആണെങ്കിൽ സിമ്മട്രിക് ആണ്. തീറ്റ ഇസ് ഈക്വൽ ടു ഫൈ ആണെങ്കിൽ സിമ്മട്രിക് ആണ്. ആ കർവേച്ചർ സെയിം ആവും അല്ലേ? നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ആ കർവേച്ചർ സെയിം ആവണമെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് സെയിം ആയിരിക്കും. തീറ്റ നോട്ട് ഈക്വൽ ടു ഫൈ ആണെങ്കിൽ, ഇല്ലറ്റിലെ എക്സിറ്റിലെ ഈ ടാൻജന്റും ഹൊറിസോണ്ടലും തമ്മിലുള്ള ആംഗിൾ ഡിഫറെന്റ് ആണെങ്കിൽ അൺസിമ്മട്രിക് ബ്ലേഡ് ആവും. നമ്മൾ ആദ്യം വരച്ച ഫിഗർ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യണം. ഇവിടെ എടുത്തു കഴിഞ്ഞാല് ഇവിടെ എൻട്രിയിലെ കർവേച്ചറും എക്സിറ്റിലെ കർവേച്ചറും സെയിം ആണ്. പക്ഷെ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ എൻട്രിയിലെ കർവേച്ചറും എക്സിറ്റിലെ കർവേച്ചറും എന്താണ്? ഡിഫറെന്റ് ആണ് ടിപ്പില്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ അൺസിമെട്രിക് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് എന്താണെന്നുള്ളത് മെഷർ ചെയ്ത് പറഞ്ഞു അല്ലെ? എങ്ങനെ മെഷർ ചെയ്തിട്ട്? The tangent at the tip and horizontal makes an angle theta, and the tangent at the exit tip and horizontal makes an angle phi. So, if these angles are equal, the blade is symmetric. അതായത് upper half, lower half
സെയിം ഇതിലായിരിക്കും. ഇഫ് ദീസ് ആർ നോട്ട് ഈക്വൽ ദ ബ്ലേഡ് ഈസ് അൺസിമെട്രിക്. അപ്പോൾ ഈ ആംഗിൾസിന് പറയുന്ന പേരാണ് ബ്ലേഡ് ആംഗിൾ, അല്ലെങ്കിൽ ടിപ്പ് ആംഗിൾ, അല്ലെങ്കിൽ വെയിൻ ആംഗിൾ. നമ്മളിനി പതുക്കെ ഇതിലേക്ക് വരും. ബ്ലേഡ് ആംഗിൾ, ടിപ്പ് ആംഗിൾ, വെയിൻ ആംഗിൾ എന്നൊക്കെ പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് വായിച്ച് പഠിക്കാനുള്ള സാധനങ്ങളാണ് കേട്ടോ, മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതുവരെ ഇതിന്റെ ഡെറിവേഷൻ എഴുതുമ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതൊന്നും എഴുതിയില്ലെങ്കിൽ നമുക്ക് മാർക്ക് കിട്ടും. വെയിൻ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ആംഗിൾ മെയ്ഡ് ബൈ ദ ടാൻജന്റ്. ഏതാണ്? ആംഗിൾ മെയ്ഡ് ബൈ ദ ടാൻജന്റ് at tips or ends with horizontal. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ബ്ലേഡ് ആംഗിൾ അല്ലെങ്കിൽ വെയിൻ ആംഗിൾ. അതായത് യൂഷ്വലി തീറ്റയാണ് ഇൻലെറ്റ് ബ്ലേഡ് ആംഗിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്, ഫൈ ആണ് എക്സിറ്റ് ബ്ലേഡ് ആംഗിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. എക്സിറ്റ് ബ്ലേഡ് ആംഗിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ജനറൽ ആയിട്ട് അറിയേണ്ടത്. ഇത് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇത് ഇതിന്റെ ഡെറിവേഷൻ ചോദിക്കുകയാണെങ്കിൽ, ചോദിക്കാൻ വേണമെങ്കിൽ ചോദിക്കുന്നുണ്ട്. പരീക്ഷ ഭയങ്കര സിമ്പിൾ ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതൊന്നും എഴുതണ്ട. നമുക്ക് അതിന്റെ കമ്പോണൻസ് ഒക്കെ എടുത്തിട്ട് എന്താണ് ആ പടം വരയ്ക്കുക, അങ്ങനെ ഫോളോ ചെയ്താൽ മതി. ഇതാണ് കേസ്. ഇതാണ് അതിന്റെ ഫിഗർ. ഒരു ഫിക്സഡ് കർവ്ഡ് പ്ലേറ്റ് ആണ്. ജെറ്റ് എൻറ്റേഴ്സ് ത്രൂ 1 mm. ഓക്കെ, ഉണ്ടാവും ഇതുപോലെ 1 mm ചെയ്യുന്നു. അപ്പൊ ഈ നോസിൽ എങ്ങനെ കീപ്പ് ചെയ്യും? ഈ നോസിൽ ഈ ടാൻജന്റ് ഇതേ തീറ്റ ആംഗിളിൽ തന്നെ എൻ്റർ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യും. എന്നിട്ട് ഇത് ഇങ്ങനെ തന്നെ ലീവ് ചെയ്യും. ഇവിടെ സിമ്മട്രിക്കലായിട്ട് ടെക്സ്റ്റിനകത്ത് ഉണ്ടാകുന്നതാണ്. അവർ മെത്തഡാണ് ഡെഡ്യൂസ് ചെയ്തത്. ഞാനിത് പൈ ആക്കുവാണ്. നമുക്ക് അൺസിമെട്രിക് വെച്ച് തന്നെ എഴുതാം. ലാസ്റ്റ് സിമെട്രിക്കിലേക്ക് ആക്കാം. ഇവിടെ ചേഞ്ച് കൊടുക്കുകയാണ്. എക്സിറ്റ് ആംഗിൾ പൈ എന്നാണ്. ടെക്സ്റ്റിൽ അവർ സിമെട്രിക് വെച്ചിട്ട് അൺസിമെട്രിക്കിലേക്ക് ആക്കി. അത് ആക്കുമ്പോൾ തിരിച്ചാക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ട്. അതാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് വേരിയബിൾസ് സാധനങ്ങളെല്ലാം മനസ്സിലായി. ഇനി ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ഇവിടെ എക്സ് ഡയറക്ഷനും വൈ ഡയറക്ഷനും കൊടുത്തിട്ടുണ്ട്. എഫ് എക്സും എഫ് ഐയും കൊടുത്തിട്ടുണ്ട്. എക്സ് വൈ അവിടെ കൊടുത്തിട്ടുണ്ട്, ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ജെറ്റിന്റെ ഡയറക്ഷൻ അല്ല നമ്മൾ എടുക്കണം. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എടുത്തേക്കാണ്. ആക്ച്വലി ഹൊറിസോണ്ടൽ ഡയറക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലേഡ് പോകുന്ന ഡയറക്ഷനാണ്, അത് ഹൊറിസോണ്ടൽ ആയിരിക്കും. പക്ഷെ ഇവിടെ ഫിക്സ് ചെയ്തേക്കണതാണ് U0 ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എല്ലായ്പ്പോഴും എക്സ് എന്ന് പറയുന്നത് ജെറ്റിന്റെ അതേ ഡയറക്ഷനാണ്. ഈ സെൻട്രലിൽ സ്ട്രൈക്ക് ചെയ്യുന്ന കേസുകളിൽ മുഴുവൻ ജെറ്റിന്റെ ഡയറക്ഷനും ബ്ലേഡ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനും എന്തായിരുന്നു? സെയിം ആണ്. പക്ഷെ ഇനി വരുമ്പോൾ അങ്ങനെയല്ല. നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഒരു എക്സ് വൈ കോർഡിനേറ്റ് പറയില്ലേ, അതുപോലെയാണ് പറയുന്നത്. അത് ആക്ച്വലി ഈ ബ്ലേഡ് മൂവ് ചെയ്യുന്ന ഡയറക്ഷനാണ്. അത് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പൊ നമ്മൾ എഫ് എക്സ് കണ്ടുപിടിക്കുകയാണ്. എഫ് എക്സ് ഇസിക്കൽ ടു എം ഡോട്ട് ഇൻറ്റു V1x മൈനസ് V2x ആണ് നമ്മുടെ ഇംപൾസ് ഫോമിന്റെ ഇക്വേഷൻ. എം ഡോട്ട് എന്ന് പറയുന്നത് റോ എ വി തന്നെയാണ് അല്ലെ. ഇവിടെ നിന്ന് ഇഷ്യൂ ചെയ്യേണ്ടത് V വെലോസിറ്റിയിലാണ്. അപ്പോൾ വെലോസിറ്റി ടൈം ഇവിടെ വരുന്നില്ല, കാരണം ബ്ലേഡ് ഈസ് ഫിക്സ്ഡ്. റോ എ വി ആണ്. V1x അത് വ്യത്യാസം വരും, കാരണം എൻ്റർ ചെയ്യുന്നത് ഒരു ആംഗിളിലാണ്. എക്സ്പ്രഷനിൽ അതിന്റെ ഒരു കമ്പോണന്റേ ഉള്ളൂ അല്ലെ, V cos θ. V1x എന്ന് പറയുന്നത് V cos θ ആണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നതാണ് എങ്കിൽ V1. ഇവിടെ ഇതാണ് എന്ത്? V2x.
dv എന്നത് വിയിലാണ്, പക്ഷെ അതിന്റെ എക്സ് ഡയറക്ഷനിലുള്ള കമ്പോണന്റ് മൈനസ് അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ മൈനസ് ബി കോസ് ഫൈ. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുകയാണ്, ഒറ്റ സ്റ്റെപ്പ് രണ്ടെണ്ണം ചെയ്യാണ്. ബി പുറത്തേക്ക് എടുത്തു, മൈനസ് മൈനസ് പ്ലസ് ആക്കി. അപ്പോൾ റോ എ ബി സ്ക്വയർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ പ്ലസ് കോസ്. ഇത് സിമെട്രിക് ആണെങ്കിൽ എന്തോരും? ഫോർ സിമെട്രിക് പ്ലേറ്റ് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? ഫൈ ആണ്. അപ്പോ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്തുവരും? കോസ് ഫൈ. അപ്പോ എഫ് എക്സ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്താവും? റോ എ ബി സ്ക്വയർ ഇൻറ്റു 2 കോസ് തീറ്റ, അതായത് 2 റോ എ ബി സ്ക്വയർ കോസ് തീറ്റ. സിമെട്രിക് പ്ലേറ്റ്, ഇത് അൺസിമെട്രിക് പ്ലേറ്റ് ജനറൽ ഇക്വേഷൻ. ഇവിടെ വർക്ക് ഡൺ എന്താണ്? വർക്ക് ഡൺ എന്താണ്? 0 ആണ്. കാരണം the plate is not moving. Work done per second is equal to 0. എന്താണ് എഴുതേണ്ട ആവശ്യമില്ല, സിൻസ് പ്ലേറ്റ് ഈസ് ഫിക്സഡ്. ഇവിടെ മൂവ്മെന്റ് ഒന്നുമില്ല. ആ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ there is no displacement due to that force. So work done is 0. ഇവിടെ Fy വരും, എക്സിസ്റ്റ് ചെയ്യും. ഒരു അൺസിമെട്രിക് പ്ലേറ്റ് ആണെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് പോകുള്ളൂ. ഇവിടെ രണ്ടും ഒരു ഡയറക്ഷനിലല്ലേ. അപ്പൊ നമുക്ക് Fy എന്ന് കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. Fy എന്ന് കണ്ടുപിടിച്ച് നോക്കാം. Fy ഈക്വൽ ടു മാസ് ഫ്ലോ റേറ്റിൽ വ്യത്യാസമൊന്നുമല്ല, ആ സെയിം മാസ് ആണ് എപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്നത്. പക്ഷെ വെലോസിറ്റി രണ്ട് കമ്പോണന്റ് ഉണ്ട്, v1y മൈനസ് v2y ആണ്. അപ്പോൾ എന്തോട്ടിന് മാറ്റമൊന്നുമില്ല, റോ എ ബി തന്നെയാണ്. കാരണം സെയിം